എന്താടോ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ആ, അത് ഒന്നുമില്ല ഏട്ടാ. അതെന്താണെന്നൊന്ന് കാണിക്കേ. ആ, ഇത് കുട്ടികളുടെ ഹോംവർക്ക് ഏട്ടാ. ഹോംവർക്ക് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഇങ്ങോട്ടാ ഞാനൊന്ന് നോക്കട്ടെ. അതൊന്നും ഏട്ടൻ നോക്കണ്ട. ഏട്ടന് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? അതിന് ഇനി ഒരുപാട് സമയമുണ്ട്. ഞാനൊന്ന് കാണട്ടെ, എടുക്ക്. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ കാണിക്കുന്നല്ല എന്താ? കാണിക്കേ. ഏട്ടൻ എന്തിനാ വാശി കാണിക്കുന്നേ? എന്താ നോക്കിക്കോ. ഇതൊക്കെ ആരുടെ പേരാ? അത് ഉണ്ണിയുടെ ഫ്രണ്ട്സിന്റെ പേരാ. ഉണ്ണിയുടെ ഫ്രണ്ട്സിന്റെ പേരോ? അതൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെയാ, ഒരു രസത്തിന്. രസത്തിനോ? അത് ഉണ്ണിയുടെ ബർത്ത്ഡേ അന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ, അതിനാ എഴുതി വെച്ചത്. എന്താണോ എന്തോ, ഈയിടെയായിട്ട് തന്റെ പെരുമാറ്റത്തിന് നല്ല മാറ്റമുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഏട്ടാ റെഡി ആയിക്കോ, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. വസുന്ധര, ഈസ് എവറിത്തിങ് ഓക്കെ? എന്താ പറ്റിയേ? ഒന്നുമില്ല ഏട്ടാ. പിന്നെന്തിനാ വയറിൽ കൈവച്ചിരിക്കുന്നത്? വെറുതെയാ. എല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഓക്കെ. വസുന്ധരയ്ക്ക് ഈയിടെയായിട്ട് എന്തോ മാറ്റമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും സംതിങ് ഈസ് റോങ്. എന്തോ ഉണ്ട്. അതെന്തായിരിക്കും? അവളുടെ ഈ മാറ്റത്തിന് എന്താ കാരണമെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഏട്ടാ കോഫി. വസുന്ധര, തന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? അന്നൊരു ദിവസം താൻ തലകറങ്ങി വീണില്ലായിരുന്നു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഏട്ടന് ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും വേണ്ട. സമയത്തിന് കഴിക്കുന്നുണ്ടോ? ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? ഞാൻ സമയത്ത് കഴിക്കാറൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ താനെന്ന് തലകറങ്ങി വീണ്? എന്താ തനിക്ക് പറ്റിയത്? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരുന്നത് സ്വാഭാവിക. അതിന്റെ കാരണം എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ? ഇപ്പൊ എന്തിനാ ഓഫീസിലൊന്നും പോവാതെ എന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന? തന്നിൽ എന്തോ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. വളരെ വിചിത്രമായിട്ടാ പെരുമാറുന്നത്. ഏട്ടന് ഓഫീസിൽ ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ടല്ലേ? താൻ വിഷയം മാറ്റണ്ട. ആദ്യം തന്റെ മാറ്റത്തിന് കാരണം എന്താണെന്ന് പറ. അയ്യോ, എനിക്ക് മാറ്റമൊന്നും ഇല്ല ഏട്ടാ. ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെയാ. ഏട്ടനാ ഓഫീസിലെ ജോലി കൂടുതലായതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കില്ല, ഉറങ്ങുകയില്ല. സത്യം പറയ്. അയ്യോ, എത്ര തവണ ഇങ്ങനെ ചോദിക്കുന്നേ? ഏട്ടനെക്കാളും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ തന്നെയാ ഞാൻ ഇരിക്കുന്നത്.
Are you sure? 100% sure. അങ്ങനെയെങ്കിൽ ഓക്കെ. ഇതാ പിടിക്കും. ഓഫീസിൽ പോണം, ഇറങ്ങുവാണേ. വൈകുന്നേരം പെട്ടെന്ന് ഇങ്ങെത്താം. അതെ ഏട്ടാ, ഷൂസ്. ഡോണ്ട് ബി സിലി, അത് താഴെയുണ്ട്. ഏട്ടൻ അത്രയ്ക്കും ചോദിച്ചിട്ടും എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാനിനി എപ്പോഴാണോ പറയാൻ പോകുന്നത്, അതുവരെ ഞാൻ ഈ വേദന സഹിച്ചേ പറ്റൂ. എടുത്തായിരുന്നോ? ഇല്ല, എടുത്തില്ല. വസുന്ധര, താൻ ഇതിന്ന് വല്ലതും എടുത്തോ? ഇല്ല ഏട്ടാ, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഏട്ടനോടല്ലേ ചോദിക്കുക. എന്താ ഉണ്ടായ ബി? ഇതിന്ന് കാശ് വല്ലതും ഇളയമ എടുത്തായിരുന്നോ? അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലേ. ഇളയമേ, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഇതിന്ന് വല്ലതും എടുത്തായിരുന്നോന്ന്. ഇല്ല മോനെ. എന്താ ഏട്ടാ? അഖിൽ, നീ എപ്പോഴെങ്കിലും ബ്യൂറോന്ന് കാശ് വല്ലതും എടുത്തായിരുന്നോ? ഞാനൊരു 50,000 എടുത്തിരുന്നു ഏട്ടാ. എപ്പോഴാ എടുത്തത്? ഇന്നലെ. വിവരമുണ്ടോ നിനക്ക്? എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അല്ല, നിന്റെ ഇഷ്ടത്തിനാണോ കാശ് എടുക്കുന്നത്? ഈ കാശ് ഒരു ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ എങ്ങനെ അയാൾക്ക് ഈ പൈസ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് കൊടുത്തെന്ന് വിചാരിച്ച് അയാളെ ഞാൻ പറ്റിച്ചു എന്ന് കരുതില്ലായിരുന്നോ? എന്റെ ഇമേജും കമ്പനിയുടെ ഇമേജും എല്ലാം നഷ്ടപ്പെടില്ലായിരുന്നോ? അതുപോലെ നിനക്ക് കാശ് വേണമായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ചോദിക്കാതെയും പറയാതെയും എന്തിനാ നീ എടുത്തത്? സോറി ഏട്ടാ, കാർത്തികയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ. I don't want your bloody explanation, Akhil. കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാവണം. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോവാ നീ. ആ ഒരു ബോധം പോലും ഇല്ലേ നിനക്ക്? അവൻ അറിയാതെ ചെയ്തതാവും, വിട്ടേക്ക്. എന്താ അമ്മ അറിയാതെ ചെയ്തു എന്ന് പറയുന്നത്? ഇവനെന്താ കൊച്ചുകുട്ടിയാ? എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണ്ടേ? അത്രയ്ക്കൊരു കോമൺ സെൻസ് പോലും ഇല്ലേ നിനക്ക്? അഖിലൻ നിന്റെ കൂടെ ഓഫീസിൽ വന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ അബി? അപ്പോ അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ അബി? അവൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല.
ഉത്തരവാദിത്തം ഇല്ലെന്നാ ഞാൻ പറയുന്നത്. ഇവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇവൻ കാശ് എടുത്തോണ്ടിരുന്ന ആരാ അതിനൊക്കെ ഉത്തരം പറയുന്നത്? കമ്പനിയുടെ ഇമേജ് പോയാൽ പിന്നെ ഓർഡേഴ്സ് കിട്ടുമോ? ആരെന്തൊക്കെ ചെയ്താലും കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ് പ്രധാനം. ആദ്യം അത് മനസ്സിലാക്കണം. കാർത്തികയ്ക്ക് വേണ്ടിയാ എടുത്തതെന്ന് അവൻ പറയുന്നുണ്ടല്ലോ ഏട്ടാ. അമ്മയ്ക്ക് വേണ്ടി എടുത്താലും കാർത്തിക്ക് വേണ്ടി എടുത്താലും എന്നോടൊരു വാക്ക് പറയണം. നമ്മൾ എത്ര സമ്പാദിക്കുന്നുണ്ടെന്നും എത്ര ചെലവാക്കുന്നുണ്ടെന്നും ഈ കാശ് എന്തിനാണ് ബ്യൂറോയിൽ വച്ചിരിക്കുന്നതെന്നും എന്തിനാണ് സൂക്ഷിക്കുന്നതെന്നും അതെല്ലാം നീ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കണം. ഇതൊന്നും ചെയ്യാതെ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് കാശെടുക്കുകയാണെങ്കിൽ. ഇതുവരെ ഒരിക്കലും അഖിൽ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അഭി. ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി അഖിലിനെ ഇങ്ങനെ. ഇവിടുത്തെ പ്രശ്നം 50,000 10,000 എന്നതല്ല. ഇവൻ ചോദിച്ച ലക്ഷങ്ങൾ വരെ വേണമെങ്കിലും ഞാൻ കൊടുക്കും. ചോദിക്കാതെ എടുത്തത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ഒരുപക്ഷെ ഈ കാശ് ഞാൻ എണ്ണി നോക്കാതെ അങ്ങനെ കൊണ്ടുപോയി ക്ലയന്റിന് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ മാനോ അഭിമാനോ എന്താവുമായിരുന്നു? ഒരല്പമെങ്കിലും റെസ്പോൺസിബിലിറ്റി വേണ്ടേ? അഖിലിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും അറിയില്ല അബി. അവൻ ഇനി അതൊക്കെ പഠിച്ചോളും. അമ്മേ, ഇനി ഇതൊക്കെ എപ്പോ മനസ്സിലാക്കാനാ? ഇവന്റെ പ്രായത്തിലുള്ളവരൊക്കെ നന്നായിട്ട് ജോലി ചെയ്ത് നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട്. എന്നാ ഇവനാണെങ്കിലോ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ല, എല്ലാം സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ. ബുദ്ധിപൂർവ്വം ജോലി ചെയ്യണം. ബി സ്മാർട്ട് ഹിയർ. ഈ കാശ് ഏട്ടന് കൊടുത്തേക്ക്. സോറി ഏട്ടാ, ബ്യൂറോയിലുണ്ടായിരുന്ന പണം എടുത്ത കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഏട്ടനോട് ചോദിക്കാതെ എടുത്തത് എൻ്റെ തെറ്റ് തന്നെയാ. ദാ ഏട്ടാ. നിന്റെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞല്ലേ, അത് നീ തന്നെ വെച്ചോളൂ. ഇനി
എനിക്ക് വേണ്ട അഭിയേട്ടാ. ക്ലയന്റിന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, കൊടുത്തേക്ക്. അത് ഞാൻ വേറെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. തൽക്കാലം നിങ്ങളുടെ കാര്യം നടക്കട്ടെ. അവള് തന്നെ വേണ്ടെന്ന് പറയല്ലേ ഏട്ടാ. ഏട്ടൻ വെച്ചോളൂ. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ കാശെടുത്തു. അഖിലിന് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും അവനൊരു മാറ്റം ഉണ്ടാവോ ഇല്ലേ നോക്കാം. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. അഖിൽ, ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ നീ വിഷമിക്കേണ്ട. വിഷമിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ ഏട്ടത്തി? ഇവനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ വഴക്ക് പറയുന്നേ. അഖിൽ കാശ് എടുത്തുകൊണ്ടല്ല വഴക്ക് പറഞ്ഞത് ഇളയമേ, ചോദിക്കാതെ എടുത്തതിനാ വഴക്ക് പറഞ്ഞത്. രണ്ടിലും എന്ത് വ്യത്യാസം ഉള്ളത് ഏട്ടത്തി? എന്റെ ഭർത്താവിന് ഇവിടുന്ന് പണം എടുക്കാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. നിന്റെ ഏട്ടനെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അഖിൽ? ഏട്ടൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട. മറക്കാൻ പറ്റുന്ന വാക്കാണോ അവൻ പറഞ്ഞത്? കൊച്ചു കുട്ടികളെ വഴക്ക് പറയുന്ന പോലെ എല്ലാവരുടെ മുമ്പിൽ അപമാനിച്ചിട്ടല്ലേ പോയത്? ഏട്ടത്തിക്കൊന്ന് വായടച്ചിരിക്കാൻ പറ്റുമോ? ആ അഭിക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ അഖിൽ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അഭി എന്തോ ടെൻഷനിൽ പറഞ്ഞു പോയതാ. അതെ അഖിൽ, എനിക്കറിയാവുന്നിടത്തോളം ഇത് ആദ്യമായിട്ടാ അഭി നിന്നോട് ദേഷ്യപ്പെടുന്നത്. ഏട്ടന്റെ ദേഷ്യം കുറഞ്ഞ ശേഷം ഏട്ടനെ കൊണ്ട് നിന്നോട് സോറി പറയിപ്പിക്കാൻ ഞാൻ. നീ വിഷമിക്കാതെ.
നിനക്ക് ഫീൽ ആയോ അഖിൽ? വിഷമമാണോ തോന്നുന്നത് അതോ ദേഷ്യമാണോ തോന്നുന്നേ? എന്നെ നീ കുറച്ചേരം ഒന്ന് ഒറ്റയ്ക്ക് വിട്ടെ. എന്തിനാടാ കൊച്ചുമോനെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് മോങ്ങി കരയാൻ വേണ്ടിട്ടാണോ? ഇളയമ്മേ, അതെ അഖിൽ, കരയല്ലാതെ നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ നീ എന്താ പറഞ്ഞേ? ബ്യൂറോയിൽ വെച്ചിരിക്കുന്ന കാശ് എല്ലാവർക്കും ഉള്ളതാണ്, അതെടുക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും അതെടുത്ത് ചെലവാക്കാന്നും പറഞ്ഞു. എന്നിട്ട് അഭിയേട്ടൻ എന്താ പറഞ്ഞേ? നീ എന്തോ കള്ളത്തരം ചെയ്ത പോലെയല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചത്. ഇത് ഞാനും എന്റെ ഏട്ടനും തമ്മിലുള്ള കാര്യമാ കാർത്തിക. നീ അതിൽ ഇൻവോൾവ് ആവണ്ട.